പാവപ്പെട്ട പെൺകുട്ടികളെ ക്രൂരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ടീം എന്നാണ് നമുക്ക് ബോധ്യമായിട്ടുള്ളത്. ആ ടീമിൻ്റെ ലീഡർ ഷാഫി പറമ്പിലാണ്. പാലക്കാട്ടെ ഡീലിന് പിന്നിലെ സത്യമെന്ത്? NSSൻ്റെയും SNDPയുടെയും തിണ്ണ നിരങ്ങാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ VD സതീശൻ ജമായത്ത് ഇസ്ലാമിയുടെ തിണ്ണ നിരങ്ങിക്കൊണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ കാൽക്കീഴിൽ കിടന്ന് തീരുമാനമെടുക്കേണ്ട സാഹചര്യമുണ്ടായി. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ ഷാജിക്ക് സീറ്റ് കൊടുക്കുക, അത് പറയാത്തയാൾക്ക് മറ്റൊരു സീറ്റിൽ പോകേണ്ടി വരിക. വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ വേണമെന്ന് പറയുമ്പോൾ 1 ഡസനോ 1/2 ഡസനോ സ്ത്രീകളെ അസംബ്ലി തെരഞ്ഞെടുപ്പോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോ വരുന്ന സമയത്ത് ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിക്കാത്ത സ്ത്രീ വിരുദ്ധതയുടെ മുഖം മൂടി അണിഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അമൃത TV കേരളത്തിലെ പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ നേതാക്കൾക്ക് അവരുടെ വികസന കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ നിലപാടുകളും അവതരിപ്പിക്കാൻ വേദിയൊരുക്കുകയാണ് നോട്ട് ദ പോയിന്റിലൂടെ. ഇന്നത്തെ നോട്ട് ദ പോയിന്റിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് അതിഥി. സ്വാഗതം. മുതിർന്ന സാഹിത്യകാരൻ ശ്രീ C. രാധാകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്ന് താൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന 2 സ്ഥാനാർത്ഥികളെ ഉള്ളൂ എന്നാണ് വ്യക്തമാക്കിയത്. അതിലൊന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ്, മറ്റൊന്ന് ശ്രീമതി ശ്രീലേഖയുമാണ്. ജീവിതത്തെ സധൈര്യം നേരിട്ട സ്ത്രീകളാണ് ഇവരെന്നാണ് അദ്ദേഹം അതിനൊരു കാരണമായി പറഞ്ഞത്. ആരോടും അടിമത്ത മനോഭാവമില്ല, തങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ സ്ഥിരതയും വ്യക്തതയുമുള്ളവരാണ് ഇവർ, രാഷ്ട്രീയത്തിന് മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തെ പോലൊരു പ്രതിഭയുടെ ഈ പ്രതികരണത്തോട് എന്താണ് പറയാനുള്ളത്? അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഒരു വ്യക്തിയുടെ അഭിപ്രായം, അത് നമ്മൾ കേട്ടു. അപ്പോൾ എത്രയോ ആളുകൾ, കാരണം രാധാകൃഷ്ണൻ സാറിനെ പോലെയുള്ള ആളുകൾ ഇത്ര കണ്ട് ഈ സമൂഹത്തെ ആഴ്ന്നിറങ്ങി പഠിക്കുന്ന ആളുകളിൽ ഒരാൾ ഇങ്ങനെ പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ, ഒന്ന് സ്ത്രീകൾ നിയമസഭയ്ക്കകത്ത് പോകണം എന്ന സ്നേഹവും വാത്സല്യവും സ്ത്രീകൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കും എന്നുള്ള തോന്നലും, 2 ഇതുപോലെ ചിന്തിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കും എന്ന് തോന്നാനൊരു കാരണം കൂടിയായി സാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ കരുതുന്നത് കഴിഞ്ഞ ഒരുപാട് വർഷത്തെ പോരാട്ടങ്ങൾ, ഒരുപാട് വർഷത്തെ സമരമുഖത്തുള്ള നമ്മുടെ പ്രവർത്തനം, പ്രസ്ഥാനത്തെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അനീതിക്കെതിരായിട്ടുള്ള വലിയ യാത്രകൾ, ഇതെല്ലാം അത്തരത്തിൽ ഒരു റിഫ്ലക്ഷൻ സമൂഹത്തിനകത്ത് ഉണ്ടാകാൻ പ്രേരിപ്പിച്ചിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ആളുകളുടെ തോന്നൽ. പക്ഷേ ആ തോന്നൽ കൂടുമ്പോഴാണ് ഒരു പൊതുപ്രവർത്തകയുടെ ഉത്തരവാദിത്വം വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായത് സന്തോഷത്തേക്കാൾ കൂടുതൽ ആശങ്കയാണ്. കാരണം ഇത്ര കണ്ട് സമൂഹം നമ്മളെ ആഗ്രഹിക്കുന്നു, നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കൂടുതൽ പ്രവൃത്തി ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു തോന്നൽ. ഞാനൊക്കെ ചിന്തിക്കുന്നത്, നമുക്ക് ഇതുവരെ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ടൂറിന് പോകാത്ത, അല്ലെങ്കിൽ മക്കളോടൊപ്പം ചേർന്ന് മണിക്കൂറുകൾ ചെലവഴിക്കാത്ത ഒരു സ്ത്രീ, ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാനൊക്കെ വിചാരിക്കുന്നത്, ഇവരൊക്കെ ഇത്ര വലുതായി, നമ്മൾ രാഷ്ട്രീയത്തിലാണെങ്കിലും നമുക്ക് അടുത്ത തലമുറ അവർ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ ഒരു മാസത്തിൽ മാറി നിന്നുകൂടെ എന്നുള്ള ഒരു ചിന്തയ്ക്ക് സ്കോപ്പുണ്ടാകും കൂടുതലാകുമ്പോൾ, അതായത് വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്നായിരുന്നു ഞാനൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ നമ്മളെ വീണ്ടും ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. സന്തോഷമുണ്ട്, അതിലേറെ ആശങ്കയുമുണ്ട്.
BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞത്, കേരളത്തിലെ BJP നേതൃത്വത്തിലെ ഏറ്റവും ജനപ്രിയരായ നേതാക്കളെ എടുക്കുകയാണെങ്കിൽ അതിലാദ്യ 3 സ്ഥാനത്തിലൊന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ്. മാത്രവുമല്ല, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ കേരളത്തിലെ BJP ഘടകത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ആ സാന്നിധ്യവും പ്രവർത്തനവുമൊക്കെ വലിയ രീതിയിൽ പാർട്ടി പരിഗണിക്കുന്നുണ്ട്, കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഇടക്കാലത്തുണ്ടായ ചില മ്ലാനതകൾക്കപ്പുറത്തേക്ക് ഈ ഒരു അഭിപ്രായമൊക്കെ കാണുമ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ ജീവിതം കൂടുതൽ ശോഭയാർന്നതാവുകയാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഉണ്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങളെന്ന് പറയുന്നത് പോലും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, പ്രസ്ഥാനം ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് ചർച്ചകൾക്ക് ഒരുപാട് സ്ഥാനം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പ്രസ്ഥാനം അത്ര കണ്ട് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പൊസിഷനും ഒന്നിൽ കൂടുതൽ ആളുകളും ആ പൊസിഷനെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹമധ്യത്തിലുണ്ടാകുമ്പോൾ അവർക്ക് തോന്നും ശരി, എന്തുകൊണ്ട്, നിരവധി ചോദ്യങ്ങൾ വരും. അപ്പോൾ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്കിടയിൽ ഞങ്ങൾ ചർച്ചകൾ ചെയ്യുകയും അവസാനം അത് ഒരു സമന്വയത്തിൻ്റെ രൂപത്തിലെത്തുകയും എത്തിക്കഴിഞ്ഞാൽ, ഇനി എത്തിയില്ലെങ്കിലോ എത്തിക്കാനുള്ള ആളുകൾ വേറെയുണ്ട്. കാരണം ഞങ്ങൾക്കൊരു മാതൃസംഘടനയുണ്ട്. ഈ മാതൃസംഘടനയ്ക്ക് മുകളിൽ അദൃശ്യമായി ഞങ്ങളെയൊക്കെ ഉപദേശിക്കാനും കൂടുതൽ സ്നേഹിക്കാനും മുന്നോട്ട് വഴി നടത്താനും മാതൃസംഘടനയുമുണ്ട്. കൂടാതെ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പല മുഖങ്ങളുമുണ്ട്. ഇതെല്ലാം ഗുണമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ആ ഇടക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തെ, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തെ നമുക്ക് കൂടുതൽ ക്രിസ്റ്റൽ ക്ലിയർ ആകാൻ ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ കരുതുകയും, ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ്റെ വാക്കുകളാണെങ്കിലും അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളുമൊക്കെ ചേർത്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നതും പറയുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രവുമല്ല, അതിന് ഒരു കനത്ത രീതിയിലുള്ള പ്രവൃത്തി, ജോലി കാരണമായിട്ടുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതൊരു A ക്ലാസ് മണ്ഡലമായി പരിവർത്തനം ചെയ്യപ്പെട്ടത്. അതായത് 2ാം സ്ഥാനത്തേക്ക് BJP വരുന്നു. അപ്പോൾ ഈ മൂന്നാമതും പാലക്കാട്ടേക്ക് എത്തുമ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താണ്? അതായത്, ഒന്ന്, ഞാൻ മത്സരിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും മത്സരിച്ച ഏക ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ്. മറ്റൊരു സ്ഥലത്തും ഒരു 7 അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ, ഇത് 7ാമത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പാണ്, 3 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ. ഈ കഴിഞ്ഞ 9 തെരഞ്ഞെടുപ്പിലും നമുക്ക് ആകെ മത്സരിച്ച സ്ഥലത്ത് വീണ്ടും ഒരു മത്സരം നടന്നത് പാലക്കാട് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് മൂന്നാമത് വരിക എന്ന് പറയുന്നത്, ഇവിടുത്തെ ആളുകൾക്കെല്ലാം തന്നെ നല്ല പരിചിതമായിട്ടുള്ള ഒരു മുഖം, അല്ലെങ്കിൽ ശോഭയെ ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലം. അത് തീർച്ചയായിട്ടും നമുക്ക് തിരഞ്ഞെടുപ്പിന് സുഗമമാവും. കാരണം ഞാൻ വീട്ടിൽ ചെന്ന്, ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ചെന്ന് കോളിംബെല്ലടിച്ച് വീട് തുറന്ന് പുറത്ത് വരുന്ന ഒരാൾ, അയ്യോ ശോഭേച്ചി വന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ശോഭ വന്നു എന്നുള്ള രീതിയിൽ അവർക്ക് എന്നെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമായിട്ട് ഞാൻ കരുതുകയും, അത് തിരഞ്ഞെടുപ്പിൽ ഒരു അന്യതാബോധമില്ലാതെ ഞങ്ങളുടെ ചേച്ചി അല്ലെങ്കിൽ ഞങ്ങളുടെ ശോഭ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു പ്രേരണ കൂടും എന്നാണ് ഞാൻ കരുതുന്നത്. മത്സരിച്ച സ്ഥലത്തൊക്കെ വോട്ടിംഗ് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു എന്ന റെക്കോർഡുമായിട്ടാണ് ഓരോ സ്ഥലത്ത് മത്സരിക്കാൻ വരുന്നത്. പാലക്കാട്ടേക്ക് വരുന്ന സ്ഥിതിയും വ്യത്യസ്തമല്ല. നമ്മൾ ഇതുവരെ ശോഭ മത്സരിച്ചിട്ടുള്ളതെല്ലാം B ക്ലാസ്സോ C ക്ലാസ്സോ ആയിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഉദാഹരണത്തിന് ആറ്റിങ്ങൽ C ക്ലാസ് മണ്ഡലമായിരുന്നു. ആലപ്പുഴയും നമ്മുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയോ സെക്കൻഡ് പ്രയോറിറ്റിയോ മണ്ഡലം ആയിരുന്നില്ല. ആലപ്പുഴയിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വോട്ട് 1.80 ആയിരുന്നു. അത് 3 ലക്ഷത്തോളം വോട്ട് നമുക്ക് ജനങ്ങൾ നൽകി. അപ്പോൾ അതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രസ്ഥാനത്തിൽ വോട്ട് വർദ്ധിതമാകാൻ വേണ്ടി പാർട്ടിയുടെ പ്രവർത്തകർക്ക് കൂടുതൽ ഒരു ഊർജം, അത് പല മണ്ഡലങ്ങളിലുമുണ്ട്, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഊർജ്ജം വരികയാണ്. ഞങ്ങളുടെ ശോഭ ചേച്ചി തോൽപ്പിക്കാൻ പാടില്ല, ഞങ്ങൾ ഇത്രയും സമയം പ്രവർത്തിച്ചാൽ പോരാ, ധാരാളം മണിക്കൂറുകൾ സംഘടനയ്ക്ക് വേണ്ടി കൊടുക്കണം, എന്ത് വില കൊടുത്തും ഞങ്ങളുടെ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണം. ഇങ്ങനെയുള്ള തോന്നലുകൾ അതാദ്യം സ്നേഹമായിട്ട് മാറും.
സ്നേഹം പിന്നീട് സഹതാപമായിട്ട് മാറും. ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രസ്ഥാനം ചടുലമായി നിൽക്കുകയും പ്രസ്ഥാനത്തോടൊപ്പം നടക്കാൻ ആളുകൾ വരികയും ചെയ്യുമ്പോൾ ആ ആളുകളെ കൃത്യമായി പഠിച്ച് പരിശോധിച്ച് ഒരു വലിയ കെമിസ്ട്രിയാണ് പാർട്ടിയുടെ പ്രവർത്തകരും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ലീഡർഷിപ്പും തമ്മിലുള്ളത്. ആ കെമിസ്ട്രി നമുക്കറിയാതെ രൂപം കൊള്ളുന്നതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഇ. ശ്രീധരൻ മത്സരിക്കുന്ന സമയത്ത് അവസാന ഘട്ടം വരെയും അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയായിരുന്നു. പിന്നീട് 3859 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചില അടിയൊഴുക്കുകൾ നടന്നു എന്നാണ് പിന്നീട് ചില വിലയിരുത്തലുകളൊക്കെ വന്നത്. ഇപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ പാലക്കാട് വലിയ പ്രതീക്ഷയിലാണ് BJP അണികളും നേതാക്കളുമൊക്കെ. ഇവിടെ ഒരു അടിയൊഴുക്ക് ഏതെങ്കിലും രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇവിടെ ഒരു അടിയൊഴുക്ക് ഉണ്ടാവും. അത് കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കനത്ത രീതിയിൽ വോട്ടുകൾ BJPയിലേക്ക് കടന്നു വരും. മാത്തൂരിലും കണ്ണാടിയിലും പിരായിരിയിലും ഞങ്ങൾ സാധാരണഗതിയിൽ അത്ര ശ്രദ്ധ കൊടുക്കാത്ത പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളിൽ വലിയ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് കർഷകരുടെ വിഷയമാണ്. ആ കർഷകരുടെ പാടശേഖര സമിതി ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ശോഭാ കരന്തലേജ എന്ന് പറയുന്ന കാർഷിക വകുപ്പ് മന്ത്രിയെ അവരെ ഇവിടേക്ക് കൊണ്ടുവരാനും അവരുമായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് സംസാരിക്കാനും ഒക്കെ സാധിച്ചത് അവരുടെ മനസ്സിനകത്ത് നല്ല ഒരു വികാരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീമാൻ ശിവരാജ് സിംഗ് ചൗഹാൻജിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീം പാലക്കാടിലെ കാർഷിക പ്രശ്നങ്ങൾ പരിശോധിക്കാനും പഠിക്കാനും വന്നത് അവരിൽ സ്നേഹമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷകരെ അവരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ അവരോടൊപ്പം അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വേണ്ടി വന്നാൽ ഇന്ത്യയിലെ ക്യാബിനറ്റ് മിനിസ്റ്ററെ വീട്ടിൽ പോയി കാണാൻ സാധിക്കുന്ന ശോഭമതി എന്നുള്ളൊരു തീരുമാനം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അവർ ആ അടിയൊഴുക്കുണ്ടാകാൻ പോകുന്നത് അവർ അവരുടെ പാളയം വിട്ട് BJPയിലേക്ക് കടന്നു വരും എന്നാണ് ആ അടിയൊഴുക്ക്. ഇവിടുത്തെ സിറ്റിംഗ് MLA സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽപ്പെട്ട് വളരെ പ്രതികൂലമായൊരു സാഹചര്യത്തിൽ നിൽക്കുകയും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇവിടേക്ക് BJP തങ്ങളുടെ ശക്തിയായ ഒരു വനിതാ നേതാവിനെ തന്നെ അവതരിപ്പിച്ചത് ബോധപൂർവമായൊരു നീക്കമായിരുന്നു. അല്ല, എപ്പോഴും പാർട്ടിയുടെ സംസ്ഥാന ഘടകം പല കാര്യങ്ങളും പല ആംഗിളുകളും ഒക്കെ പരിശോധിച്ചുകൊണ്ട് തന്നെയാണല്ലോ സ്ഥാനാർത്ഥിത്വം നൽകുക. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മത്സരിച്ച മുൻ സ്ഥാനാർത്ഥിക്ക് ജനങ്ങളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് ഒരു വോട്ട് പോലും ചോദിക്കാനുള്ള സാഹചര്യമില്ലാതെ പോയി പാലക്കാട് എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിലൂടെ കഴിഞ്ഞകാല കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ MLA പുറത്താക്കിയിട്ടില്ല, MLA സസ്പെൻഡ് ചെയ്തു. ആ MLA സ്ഥാനം രാജിവെപ്പിച്ചിട്ടില്ല. MLA സ്ഥാനം രാജിവെപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ജനങ്ങളുടെ മുന്നിൽ കോൺഗ്രസ്സിന് പറയാമായിരുന്നു, ഞങ്ങളുടെ MLA ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയല്ല, ആ സ്ഥാനത്തു നിന്ന് പുറത്താക്കി എന്ന് പറയാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അതിനുള്ള അവസരം പോലും അവർക്ക് കിട്ടുകയുണ്ടായി. അല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കലല്ല വലുത്. അതായത് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് പോകാൻ ജനം അനുവദിച്ച ഒരു MLA സ്ത്രീ പീഡനത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും ആ വ്യക്തിയുടെ MLA സ്ഥാനത്തെ എന്തുകൊണ്ട് MLA എന്നുള്ള രീതിയിൽ നിങ്ങൾ രാജിവെച്ച് MLA സ്ഥാനത്തു നിന്ന് രാജിവെച്ച് മാറി നിൽക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടില്ല? എന്തുകൊണ്ട് ആശാൻ ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടില്ല? അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് MLA ചെയ്യുന്ന ചെയ്തികൾ പുറം ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടപടിയെടുത്താൽ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും എന്നുള്ള ഭയം കൊണ്ടാണ്. അപ്പോൾ ആശാന് ഒന്ന് പഴച്ചാൽ ശിഷ്യൻ എത്ര പഴയ്ക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു എന്താ പറയുക, നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാനാകാത്ത രീതിയിൽ പാവപ്പെട്ട പെൺകുട്ടികളെ ക്രൂരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ടീം എന്നാണ് നമുക്ക് ബോധ്യമായിട്ടുള്ളത്. ആ ടീമിൻ്റെ ലീഡർ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ തീരുമാനിക്കുന്നവരെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കും. ഷാഫി പറമ്പിൽ തീരുമാനിക്കുന്നവരെ ഇവിടെ ആളുകൾക്ക്, കോൺഗ്രസ്സുകാർക്ക് മുദ്രാവാക്യം വിളിക്കാനുള്ള ഭാഗ്യമുണ്ടാവും. നമ്മുടെ നാട് തേങ്ങുകയാണ് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ രോദനം കൊണ്ട്, അതുപോലെ തന്നെ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ വേദന കൊണ്ട്. ഇവിടെ മകനും മകളും ഒരാൾ പോലും അച്ഛൻ്റെയോ അമ്മയുടെയോ അരികിലില്ലാതെ അവർ വിദേശത്ത് പോയി ഇഷ്ടമില്ലെങ്കിൽ കൂടി ജോലി ചെയ്ത് വാർദ്ധക്യപ്രായത്തിലെത്തിയിട്ടുള്ള അച്ഛനെയും അമ്മയെയും നോക്കാൻ ഹോം നേഴ്സിന് വെച്ചിട്ടുള്ള ഒരു നാട് കൂടിയായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്കുള്ള ദുരിതവും എല്ലാം ഉണ്ടായിട്ടും
ആരെയും കാണാൻ ഭാഗ്യമില്ലാതെ അനുഭവിക്കുന്ന ദുരിതവും ഈ രണ്ടും നമ്മുടെ കേരളത്തിൻ്റെ കൺമുന്നിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത്തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അതിനകത്ത് ഒട്ടേറെ കേസുകളുള്ളതായിട്ട് കണ്ടു. അതിൽ പലതും ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ഈ തെരഞ്ഞെടുപ്പ് വേളയിലും ശബരിമല വിഷയം വളരെ സജീവമായി, അത് പക്ഷേ വിശ്വാസവുമായി ബന്ധപ്പെട്ടല്ല, കൂടുതലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് വളരെ സജീവമായി ഉയർന്നു വരുന്നുണ്ട്. വളരെ വ്യക്തമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ കാത്തിരുന്നുകൊള്ളൂ, തെറ്റ് ചെയ്തവരാരും ഒരു രീതിയിലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള ഒരു സൂചന അദ്ദേഹം നൽകി കഴിഞ്ഞു. BJPക്ക് ഒരു ഗവൺമെൻറ് വരും എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ BJPക്ക് ഒരു ഗവൺമെൻറ് വന്നാൽ 48 മണിക്കൂർ വേണ്ട ഈ അന്യായം ചെയ്തവർക്കെതിരായിട്ട് ചോദ്യം ചെയ്യലും അവരുടെ കാര്യങ്ങളെല്ലാം തെളിവുകൾ ശേഖരിക്കലും ഒക്കെ ചെയ്യാൻ ഇത് BJPയുടെ ഒരു ഗവൺമെൻറ്റിന് സാധിക്കും. ഇവിടെ കേരള നിയമസഭയിൽ എന്തായാലും കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റിനെ കൂടി കോർത്തിണക്കിക്കൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സമീപ ദിവസങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഡീലാണ്. പാലക്കാടിനെ കേന്ദ്രീകരിച്ചാണ് ആദ്യം ആ ഒരു പരാമർശം വന്നത്. പാലക്കാട് കേന്ദ്രീകരിച്ച് എങ്ങനെ CPM-ഉം BJP-യും തമ്മിലൊരു ഡീലുണ്ട്, അത് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. അല്ല, അത് യഥാർത്ഥത്തിൽ ഒരു ഡീൽ മറച്ചു വെക്കേണ്ട സാഹചര്യം ശ്രീമാൻ VD സതീശനുണ്ടായിരുന്നു. VD സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണെങ്കിലും എപ്പോഴും പറയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് തെറ്റാണ്, അന്യായമാണ്, ഞാനതിനെതിരെ ശക്തിയുക്തം പ്രതികരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടത്ത് നല്ല ഒരു എണ്ണം പറഞ്ഞ ഒരു ലീഡറെ കൊടുക്കാൻ VD സതീശൻ തയ്യാറായില്ല. ഓരോ കവലകളിലും അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ, പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിന് മത്സരിക്കാൻ സീറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ ഓരോ കവലകളിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരുമായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാതെ ഒരു ഈസി വാക്ക് ഓവറിനുള്ള സാഹചര്യം ചെയ്തു കൊടുത്തത് ഒരു ഡീൽ. രണ്ടാമത് NSSൻ്റെയും SNDPയുടെയും തിണ്ണ നിരങ്ങാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ VD സതീശൻ ജമായത്ത് ഇസ്ലാമിയുടെ തിണ്ണ നിരങ്ങിക്കൊണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ കാൽക്കീഴിൽ കിടന്ന് തീരുമാനമെടുക്കേണ്ട സാഹചര്യമുണ്ടായി. ഒരു കാലത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, സീതി ഹാജിയുടെയൊക്കെ കാലത്ത് സീതി ഹാജി പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഞങ്ങൾ വെള്ളിത്തളികയിൽ പാണക്കാട്ട് തങ്ങൾക്ക് മന്ത്രിമാരെ കൊണ്ട് അവിടെ സമർപ്പണം നടത്തും എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൽ ആര് മന്ത്രിയാകണം എന്ന് തീരുമാനിക്കുന്നത് പാണക്കാട് തങ്ങൾ കുടുംബമാണ് എന്നർത്ഥം. അപ്പോൾ മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്ത് ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കും എന്നും രണ്ടാമത്തെ അർത്ഥം. ഇത് രണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്തും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ 5ാമത് മന്ത്രിയെ കൊടുത്തതും വിവാദങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഈ കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് മുസ്ലിം ലീഗിനെ പോലും തള്ളിപ്പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു ലീഡറെ വേങ്ങരയിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നത് മുസ്ലിം ലീഗോ പാണക്കാട്ടെ തങ്ങളോ അല്ല, ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന മതഭീകര സംഘടനയാണ്. അതായത് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ ഷാജിക്ക് സീറ്റ് കൊടുക്കുക, അത് പറയാത്തയാൾക്ക് മറ്റൊരു സീറ്റിൽ പോകേണ്ടി വരിക. ഇത് കേരളത്തിൽ സംഭവിച്ചത് ശ്രീമാൻ VD സതീശനും ജമായത്ത് ഇസ്ലാമിയുമായി ഉണ്ടാക്കിയ ഒരു വലിയ അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊരു വലിയ ഡീലാണ്. ഈ ഡീല് കേരളം ചർച്ച ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ നോക്കിയപ്പോൾ VD സതീശന് തോന്നി എന്നാൽ പിന്നെ BJPയുടെ മേൽ കുതിര കയറാം. അങ്ങനെയാണ് ഈ ഡീൽ വിവാദം, ഈ ഡീൽ എന്നുള്ള വാക്ക് അത് കേരള രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലത്ത് പ്രയോഗിക്കപ്പെട്ടത് എന്ന് ഞാൻ കരുതുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ നേരത്തെ പറഞ്ഞ ഡീല് പോലെ മറ്റൊരു വിവാദം വളരെ സജീവമായി നിൽക്കുന്നത് SDPAയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടാണ്. BJP ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് സ്വീകരിക്കുന്നത്? അല്ല, SDPA എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുമായിട്ട് തരാതരം പോലെ കൂട്ടുകൂടിയവരാണ് രണ്ട് മുന്നണികളും. യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും SDPA ആണെങ്കിലും ഭീകരവാദ സംഘടനകളാണെങ്കിലും എല്ലാം ഒന്നാണ്. അങ്ങനെയുള്ള ഒരു സംഘടനയുമായി ചങ്ങാത്തം അല്ലെങ്കിൽ കൂട്ടുകൂടിക്കൊണ്ട് ആ സംഘടനയുടെ പിൻബലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ രണ്ട് മുന്നണികളും രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണെന്നും, അതായത് മതം എന്ന് പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ളതാണ്, എന്നാൽ മതത്തെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് വർഗീയ വിഘടനവാദത്തെ ഈ നാട്ടിൽ
ഉണ്ടാക്കാൻ വേണ്ടി ആര് പരിശ്രമിക്കുമ്പോഴും അത് കണ്ടെത്താൻ ബുദ്ധിയും വിവേകവുമുള്ളവർ തന്നെയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി, ഇടതുപക്ഷത്തിനും വിഷയം 10 വോട്ടാണ്, വലതുപക്ഷത്തിനും വിഷയം അവർക്ക് വോട്ടാണ്. അവർക്ക് രാജ്യത്തിൻ്റെ താല്പര്യം നിലനിൽക്കണമെന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മതം നോക്കിക്കൊണ്ട് മനുഷ്യരെ കൊലപ്പെടുത്തിയിട്ടുള്ള ആ ഭീകരവാദ സംഘടനകളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ ഭീകരവാദ സംഘടനയുടെ മുന്നിൽ നിൽക്കുമ്പോൾ, ഒരു കുതിര സവാരിക്കാരനായിട്ടുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ആ മുസ്ലിം ചെറുപ്പക്കാരൻ ഹിന്ദുവിനെ രക്ഷിച്ചു എന്നുള്ളത് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടു. അപ്പോൾ അവൻ മുസൽമാനല്ലേ? അപ്പോൾ ആ മുസൽമാൻ എങ്ങനെയാണ് രാജ്യസ്നേഹിയാവാൻ സാധിച്ചത്? കരുണ മനസ്സിലുണ്ടായത്. അപ്പോൾ അതിനർത്ഥം ഭീകരവാദ സംഘടനയുമായിട്ട് കൈ ചേർത്ത് പിടിക്കാത്ത ഏതൊരു മുസൽമാനും ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തോടൊപ്പം നിൽക്കും എന്നുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ BJPയുടെ താല്പര്യം എന്താണ്? ഞങ്ങൾ ഭാരതത്തിലെ ഹിന്ദു പാർട്ടി എന്നല്ല, ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 16ഓളം സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുള്ള, 6ഓളം വരുന്ന സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ മുന്നണികളുടെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഭരണം നടത്തുന്ന അത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് കേരളത്തിലും വലിയ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ വോട്ട് നൽകി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെയൊക്കെ പ്രോജ്വലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. സാധാരണ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണതയാണ്, വിവാദ വിഷയങ്ങളായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യുക. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ, വികസന വിഷയങ്ങൾ, ഇതൊന്നും കാര്യമായി ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വികസനം ചർച്ച ചെയ്താൽ എന്താ കുഴപ്പം? വികസനം ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തു ചെയ്തു എന്നതിന് ഉത്തരം പറയേണ്ടി വരും. വികസനം ചർച്ച ചെയ്താൽ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എന്തായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കേണ്ടി വരും. അതിന് പകരം വിവാദങ്ങൾ ഉണ്ടാക്കിയല്ലേ എളുപ്പം. അപ്പോൾ വിവാദങ്ങൾ എളുപ്പത്തിലുണ്ടാക്കാം, എന്നാൽ വികസനം ചർച്ച, നാടെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നതിനെക്കുറിച്ചുള്ള ചർച്ച, നാട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ച, ഇതാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഭരണകക്ഷിക്കും നിയമസഭയിലെ പ്രതിപക്ഷത്തിനും ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവർ വിവാദങ്ങളുടെ പിറകിൽ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. സംസ്ഥാനത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു സ്ഥാനാർത്ഥി ഒരു അക്ഷയ കാർഡുമായി രംഗത്ത് വരികയാണ്. വീട്ടമ്മമാർക്ക് വേണ്ടി പച്ചക്കറികൾ ഉൾപ്പെടെ വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി. MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ 1 മാസത്തിനുള്ളിൽ ആ കാർഡ് ലഭ്യമാക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വരികയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ അക്ഷയ കാർഡ് എന്ന് പറയുന്നത്, ഈ കാർഡ് പ്രാബല്യത്തിൽ വരുമ്പോൾ ഈ കാർഡുമായിട്ട് ഒരമ്മ അല്ലെങ്കിൽ ഒരു സഹോദരൻ മാർക്കറ്റിൽ പോയാൽ വാങ്ങിക്കുന്ന എന്ത് വാങ്ങിച്ചാലും അതിന് 1500 രൂപയുടെ റിഡക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ അക്ഷയ കാർഡ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഈ രാജ്യത്ത് മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ കാലിഫോർണിയയിൽ ഈ കാർഡിൻ്റെ പേര് CAL കാൽ ഫ്രഷ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ഇച്ഛാശക്തിയുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒരു മുനിസിപ്പൽ ചെയർമാനും അതുപോലെ തന്നെ ഒരു MLAയും ഒരു MPയും ഒക്കെ വിചാരിക്കണം. നനച്ചാൽ പുലിയെ പിടിക്കാമാണ്, നനയ്ക്കമാട്ടെ എന്നുള്ള രീതിയിൽ കേരളത്തിലെ ഭരണകൂടവും പ്രതിപക്ഷവും മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ അമ്മമാരുടെ അരികിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യത്തോടു കൂടിയായിരിക്കുമല്ലോ ഞാൻ പറയുക. അപ്പോൾ അത് തീർച്ചയായിട്ടും ആളുകൾ വളരെയധികം സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കുട്ടികൾക്ക് ഇപ്പോൾ നമുക്കറിയാം PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ UPSCക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തവണ തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞ് വീണ്ടും അവർ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള പണം വീണ്ടും, അതായത് അവർക്ക് ഇതിനു വേണ്ടി ശ്രമം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു പീരീഡ് വെച്ചുകൊണ്ട്, ആ പീരീഡ് മുഴുവൻ 1 മാസം ഇത്ര എന്ന് വെച്ചുകൊണ്ട് ആ പണം കൊടുക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ 25,000 രൂപയുടെ സ്കോളർഷിപ്പിനെ കുറിച്ച്, പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് +2 വരെ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നീക്കും. പക്ഷേ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു കോളേജ് സംവിധാനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെറും 20,000 രൂപ കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ മാത്രം കോളേജ് കാണാൻ ഭാഗ്യം സിദ്ധിക്കാത്ത ഒട്ടനവധി കുട്ടികളുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. അതിദരിദ്രമായിട്ടുള്ള പ്രദേശങ്ങൾ ഇവിടെയുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഇന്നും 10 വർഷം മുമ്പ് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് 1 ഇഞ്ച് പോലും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ വികസനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ സുവർണ്ണ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് കേരളം മാറാൻ പോകുമ്പോൾ
നമുക്ക് ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് വലിയ വലിയ പാതകൾ തുറക്കപ്പെടുമ്പോൾ, വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാറാൻ നമ്മുടെ പാലക്കാടിനും സാധിക്കണം എന്നുള്ള പോയിൻ്റാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ 700 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. അത് ജയിച്ച് 100 ദിവസത്തിനുള്ളിൽ ആ വാഗ്ദാനം നടപ്പിലാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജയിച്ച് 100 ദിവസത്തിനകം അത് ഒരു വരവ് കൂടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശോഭ MLA ആയി കഴിഞ്ഞാൽ പാലക്കാടിലേക്ക് വരികയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള ഗൈഡൻസുകൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വകുപ്പ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് കിട്ടും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ആ 700 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ടത് ഏതെല്ലാം മേഖലകളിലാണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അത് ഈ ആരോഗ്യ മേഖല, പാലക്കാടിൻ്റെ ആരോഗ്യം തകർക്കപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് ആകെയുള്ള ഒരു മെഡിക്കൽ കോളേജ് സ്കെൽട്ടനാണ്, മജ്ജയും മാംസവുമില്ല, തകർന്ന് കിടക്കുകയാണ്. അവിടെ ഒരു രോഗി ചെന്ന് കഴിഞ്ഞാൽ ആ രോഗിക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് എഴുതി കൊടുക്കുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു റഫറൽ കേന്ദ്രമായി ആ ഹോസ്പിറ്റൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വലിയ ഒരു പദ്ധതി അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ജൻസി മാനിഫെസ്റ്റോ ആദ്യമായിട്ട് ഞാൻ എവിടെയും ഇപ്പോൾ വേറെ മണ്ഡലങ്ങളിലൊന്നും കണ്ടില്ല. അതെല്ലാം എൻ്റെ സ്വപ്നമാണ്. ആ സ്വപ്നം വാക്കാക്കി മാറ്റാൻ എനിക്ക് അതിനാവശ്യമായിട്ടുള്ള മുന്നേറ്റം നടത്താനായിട്ടുള്ള സഹകരണങ്ങൾ അത് ഞങ്ങളുടെ സംസ്ഥാന ഘടകത്തിൻ്റെയും അഖിലേന്ത്യാ ഘടകത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകും. ഈ ജൻസി മാനിഫെസ്റ്റോയിൽ നമ്മൾ പറയുന്നത് കളിക്കളമില്ലാത്ത പാലക്കാടിനെക്കുറിച്ചും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്പോർട്സ് മേഖലയിൽ കഴിവും പ്രാപ്തിയും തെളിയിച്ച ഈ പാലക്കാടിലെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതോടൊപ്പം അവർക്ക് എന്തുകൊണ്ട് ഉന്നതിയിലേക്ക് എത്തിക്കൂടാ എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ജൻസി മാനിഫെസ്റ്റോ. ഈ മറവി ഏറ്റവും കൂടുതൽ അനുഗ്രഹമാകുന്നത് രാഷ്ട്രീയക്കാർക്കാണെന്ന് പൊതുവെ അല്പം ഹാസ്യരൂപേണ പറയാറുണ്ട്. അത് പലപ്പോഴും ചെന്ന് നിൽക്കുന്നത് ഈ പ്രകടന പത്രികയിലാണ്. പ്രകടന പത്രിക പലപ്പോഴും പ്രകടനം മാത്രമായി ചുരുങ്ങാറുണ്ട്. പഴയകാല പ്രകടന പത്രികകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും അന്ന് പ്രഖ്യാപിച്ച പല പദ്ധതികളും അത് കടലാസിൽ മാത്രം, ആ പ്രകടന പത്രിക പുറത്തിറക്കുന്ന കടലാസിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ പറയാൻ പറ്റില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു നിർബന്ധമുണ്ട്, NDAക്കൊരു നിർബന്ധമുണ്ട്. പറയുന്നത് ചെയ്യണം, ചെയ്യാൻ സാധിക്കുന്നതേ പറയാവൂ. ഇത് BJPയുടെ ലീഡർഷിപ്പിനെ പഠിപ്പിച്ചിട്ടുള്ള, നിങ്ങൾ സേവകരെ പോലെ പ്രവർത്തിക്കണം, ജോലി ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ്. ഈ പാർട്ടി ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുകയാണ്. ഏതെങ്കിലും ഒരു ലീഡറുടെ വാക്കുകൾ കൊണ്ട് ആ ഭരണകൂടത്തിനോ ഭരണകൂടത്തിൻ്റെ കാവൽക്കാർക്കോ ഒരു പോറൽ പോലും ഉണ്ടാകരുത് എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ പഠിപ്പിക്കുകയും അത് ഞങ്ങൾ ശിരസാ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. പ്രകടന പത്രികയെക്കുറിച്ച് പറയുമ്പോൾ 13 കാര്യങ്ങൾ ഷാഫി പറമ്പിൽ 15 കൊല്ലം മുമ്പ് പ്രകടന പത്രികയിൽ എഴുതിയിരുന്നു. 2016 ഞാൻ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന സമയത്ത് ആ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യം പോലും 10 വർഷം കഴിഞ്ഞിട്ടും നടപ്പിലാക്കിയിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന മോൻസ് സ്കൂളുണ്ട്. ആ സ്കൂളിലൊരു ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചില്ല. ഇവിടെ പൂപ്പൽ പിടിച്ച് കാട് പിടിച്ച് ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്നു പറഞ്ഞ ആ ഇൻഡോർ സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ അല്ലെങ്കിലും ആ ഇൻഡോർ സ്റ്റേഡിയം ഇന്ന് ഭാർഗവി നിലയം പോലെ കിടക്കുകയാണ്. അതിനെ ഒന്ന് നന്നാക്കാനോ അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ട സമയത്ത് ഗുണകരമായ രീതിയിൽ പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒട്ടേറെ കടമ്പകൾ കടക്കാൻ സാധിക്കുമായിരുന്ന ഒരു മണ്ഡലത്തെ വികസനം എന്നുള്ളത് പാർശ്വവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന 2 മുന്നണികൾക്കുമെതിരായിട്ടുള്ള ഒരു പോരാട്ടം ഞാൻ നടത്തുമ്പോൾ എനിക്ക് നിർബന്ധമുണ്ട് പ്രകടന പത്രികയിൽ എഴുതിയ കാര്യങ്ങൾ MLA ആയി വിജയിച്ചു വരുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കണം, എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട്. കാരണം ഞാൻ ഒരാഴ്ചക്കാലം പോലും അല്ലെങ്കിൽ ഒരു മാസമോ പൊതുപ്രവർത്തനത്തിന് വേണ്ടി നീക്കി വയ്ക്കാതെ പെട്ടെന്ന് നൂലിൽ കെട്ടി ഇറങ്ങി വന്ന ഒരു സ്ഥാനാർത്ഥിയല്ല. എന്നെ സംബന്ധിച്ച് 10-30 കൊല്ലത്തെ എക്സ്പീരിയൻസുമായി പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യവുമായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഓരോ വാക്കുകളും സൂക്ഷിച്ച് പക്വതയോടുകൂടി ആളുകൾക്ക് ശോഭ പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും എൻ്റെ തെരഞ്ഞെടുപ്പിലെ ഓരോ ചലനങ്ങളും എന്ന് ഞാൻ പറയുന്നു. BJP എത്ര സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? BJP ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. അതിനാവശ്യമായിട്ട് ജനങ്ങളുമായി ഞങ്ങൾ നടത്തുന്ന ചർച്ച അത് ജനം സ്വീകരിക്കും. ആ സ്വീകരിച്ച ജനത ഇടത്തോട്ടും വലത്തോട്ടും അല്ലാതെ നേർരേഖയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 2% വോട്ടുള്ള ത്രിപുരയിൽ ബിപ്ലവ് കുമാറിന് മുഖ്യമന്ത്രിയാവാമെങ്കിൽ
20% കേരളത്തിൽ ആകമാനം വോട്ടും 28.9% വരെയുള്ള വോട്ടുകൾ അത് തൃശ്ശൂരിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും ആറ്റിങ്ങലിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഈ പാലക്കാടിൻ്റെ ചില മേഖലകളിലാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാറ്റം അനിവാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സീറ്റിൻ്റെ എണ്ണമല്ല ഇപ്പോൾ ഞങ്ങളുടെ ചർച്ച. എങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കാൻ സാധിക്കും, എങ്ങനെ മുഖ്യമന്ത്രിയുള്ള ഒരു പ്രസ്ഥാനത്തെ, ഭാവി കേരളത്തെ അവരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് ഞങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വേണം എന്നതാണ് തൻ്റെ സ്വപ്നമെന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ വ്യക്തമാക്കിയത്. അതായത് ഒന്ന്, ഈ രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ച് ശ്രീമാൻ KC വേണുഗോപാൽ വഷളാക്കിയിട്ടുണ്ട്. എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇപ്പം ഇവിടെ വന്ന് വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ വേണമെന്ന് പറയുമ്പോൾ 1 ഡസനോ 1/2 ഡസനോ സ്ത്രീകളെ അസംബ്ലി തെരഞ്ഞെടുപ്പോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോ വരുന്ന സമയത്ത് ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിക്കാത്ത സ്ത്രീ വിരുദ്ധതയുടെ മുഖംമൂടി അണിഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട അന്നത്തെ ലതിക സുഭാഷിനെ തലമുണ്ടനം ചെയ്യേണ്ടി വന്നു കോൺഗ്രസിലെ വിഷയങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ. ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് അദ്ദേഹം ഇവിടെ വന്ന് സംസാരിക്കുന്നത് എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. പാലക്കാട്ടെ ജനങ്ങളോട്, പാലക്കാട്ടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രന് പറയാനുള്ള എന്താണ്? ഇവിടുത്തെ വോട്ടർമാരോട് എനിക്കുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല കോളേജുകൾ, അതുപോലെ തന്നെ നല്ല ജോലി ചെയ്യാനുള്ള സ്ഥാപനങ്ങൾ വേണമെങ്കിൽ ഇവിടെ സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി പോലും ഉന്നതമായിട്ടുള്ള അവരുടെ സിനിമ ഷൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യങ്ങൾ അത് വേണമെങ്കിൽ അവർക്ക് ഇൻഡോറായിട്ട് ചെയ്യാൻ പറ്റും, അവർക്ക് ഔട്ട്ഡോറായിട്ട് ചെയ്യാൻ പറ്റും. അത്രയും വിശാലമായ സ്ഥലങ്ങൾ ഉള്ള ഒരിടം. ഇവിടെ തന്നെയാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് സ്ഥലം അനുവദിച്ചത്. അതെവിടെയും എത്താത്തൊരു സാഹചര്യത്തിൽ നിലകൊള്ളുകയാണ്. ഭരണകക്ഷിയുടെ MLAയുടെ പിന്തുണയില്ലാത്ത വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പാലക്കാടിനെ സംബന്ധിച്ച് ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ജൽനൽ പദ്ധതി തരാൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കാൻ മോദി ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ട് 14 പഞ്ചായത്തുകളിൽ മാത്രം പാലക്കാട് ജില്ലയിൽ ജൽനൽ പദ്ധതി ഇവർ ഉപയോഗിച്ചു അല്ലെങ്കിൽ കൊണ്ടുവന്നു? ബാക്കി എല്ലാ പഞ്ചായത്തുകളെയും ഇവർ ആ പദ്ധതി തന്നെ ലാപ്സാക്കി കളഞ്ഞതുപോലെ ഉപയോഗിക്കാത്ത പദ്ധതിയായി കോടികൾ മാറിക്കഴിഞ്ഞു. ഇവിടെ കഴിഞ്ഞ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിന് വേണ്ടി കൊടുത്ത 312 കോടി രൂപയും ചിലവഴിച്ചില്ല. അതിന് ഒരു സഹായ സഹകരണവും കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് നിർമ്മലാ സീതാരാമൻജി പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടുത്തെ കർഷകരുടെ സ്ഥിതിയും. അപ്പം മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷക ഗ്രാമങ്ങളിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അവർക്ക് അവരുടെ സേവികയായി ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകും എന്നുള്ള പോയിൻ്റ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 3 മാസം കൊണ്ട് 700 കോടിയുടെ വികസന പദ്ധതികൾ സമഗ്രമായിട്ടുള്ള പാലക്കാടിൻ്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവരും എന്നും ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇതൊരു സുവർണ്ണ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് നല്ല IT ഹബ്ബുകൾ ഉണ്ടായിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റോറിംഗ് കപ്പാസിറ്റിയുള്ള സംവിധാനങ്ങൾ അത് കാർഷിക മേഖലയ്ക്ക് വേണ്ടി കൊണ്ടുവന്നുകൂടാ? എന്തുകൊണ്ട് നമുക്ക് പാലക്കാടിൽ നിന്ന് ആവശ്യമായ നമ്മുടെ വെള്ളം നമുക്ക് തരാതെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്മയത്വത്തോടുകൂടി അവരുമായിട്ട് ആ ഗവൺമെൻറ്റുമായിട്ട് ഒരു ചർച്ചയ്ക്ക് സാധ്യത ഒരുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ചിന്തിച്ചുകൂടാ. അപ്പോൾ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ആരോഗ്യമേഖലയും അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ച പദ്ധതികളും പൊതുവേ ഒരു മാനിഫെസ്റ്റോയും പുറത്തു വരുന്ന സമയത്ത് അതിനെ സ്വീകരിക്കാൻ ഹൃദയം കൊടുത്തുകൊണ്ട് പാലക്കാടിലെ ജനാധിപത്യ വിശ്വാസികൾ നിൽക്കും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അത് ഞാൻ വാക്കാക്കി മാറ്റും. MLA ആയി എന്നെ 10-35,000 വോട്ടിന് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഒരു BJP നേതൃത്വം നൽകുന്ന NDA+ നിങ്ങളുടെ ശോഭയ്ക്കൊരു വോട്ടുണ്ട്. ആ വോട്ട് കൂടി വരുമ്പോൾ വലിയ മാറ്റമുണ്ടാകും എന്ന് ഞാൻ അവരോട് ആ കണക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവർക്കും അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. ആ ഒരു മാറ്റം പാലക്കാടുണ്ടാകും. വളരെ നന്ദി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ഒപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. നമസ്തേ.